ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള ഭാഗങ്ങളിൽ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. വചനം പറയുന്നു, നമ്മൾ മക്കളാണ്. ആര് പറയുന്നു? ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അടുത്ത ഭാഗം ഇങ്ങനെയാണ്, മക്കൾ എങ്കിലോ അവകാശികളുമാകും. അപ്പോൾ മക്കൾക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. നമുക്കൊക്കെ അറിയാം, ലോകത്തിലെ മക്കൾക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ ആ മക്കൾക്ക് അപ്പൻ്റെ അവകാശത്തിനകത്തുള്ളതെല്ലാം മക്കൾക്കുള്ളതാണ്. അപ്പനുള്ളതെല്ലാം മക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നതുപോലെ ഉയരത്തിലെ അപ്പനെ കുറിച്ച് പറയുകയാണ്, ആ അപ്പൻ്റെ മക്കളായാൽ അവകാശികളുമാണ്. മാത്രമല്ല, അടുത്ത് പറയുന്നു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. അപ്പം അവകാശത്തോട് ചേർത്ത് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയും കൂടെയാണ്. അടുത്ത് അതിൻ്റെ ആഴമേറിയ ഭാഗം പറയുകയാണ്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. 3 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന യേശു കർത്താവ് 3-ാം ദിവസം ഉയർത്തു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളതിനെ ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ, അതാണ് നമ്മുടെ ജീവിതത്തിനകത്തെ ആത്മീകതയെന്നും നിത്യരാജ്യമെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിടെ പറയുകയാണ്, അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്. അപ്പം നമ്മളും എന്തു ചെയ്യും? നിശ്ചയമായിട്ട് നമ്മളും ഉയർത്തിരിക്കും. യേശു ക്രിസ്തു ഉയർത്തിട്ടുണ്ടോ, നമ്മളും ഉയർത്തിരിക്കും. കാരണം ക്രിസ്തുവിനോടുള്ള കൂട്ടവകാശം, യേശു ക്രിസ്തുവിനുള്ള സകല അവകാശവും നമുക്ക് കൂടെ അർഹതപ്പെട്ടതാണ്. പക്ഷേ ഒരു ഭാഗം പറയുന്നുണ്ട്, അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപം നിറഞ്ഞ, അഴുക്ക് നിറഞ്ഞ, ലോകത്തിൻ്റെ മോഹങ്ങൾ വല്ലാണ്ടങ്ങ് വശീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ബലത്തോടെ കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് വിശ്വസ്തയോടെ നിന്നാൽ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് നാമും തേജസ്കരിക്കപ്പെടേണ്ടവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശത്തെ ഒന്ന് മനസ്സിലാക്കി, പ്രിയരെ, ലോകത്തിലുള്ള ശാശ്വതമല്ലാത്ത താൽക്കാലികമായ സൗഖ്യങ്ങളും താൽക്കാലികമായ നന്മയും ഇതൊന്നുമല്ല പ്രിയരെ. നമുക്ക് നിത്യമായ, അബ്രഹാം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അവൻ എനിക്ക് നിത്യദൈവമാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആ കർത്താവിൻ്റെ അവകാശത്തിനകത്ത് വിശ്വസ്തയോടെ നിന്ന് നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.